നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ ഓക്സിഡേഷനും റിഡക്ഷനും എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത റിയാക്ഷൻ നിങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ അയോണുകൾ ഉൾക്കൊള്ളുന്ന റിയാക്ഷനാണ് നമ്മൾ എഴുതിയത്. അതായത് ഒരാറ്റം ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, മറ്റൊരാൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. ആ രീതിയിലുള്ള ഒരു റിയാക്ഷനാണ് നമ്മൾ എഴുതിയത് അല്ലേ. ഓർമ്മയില്ലേ, 2Na + Cl2 gives 2NaCl. അതിന് സോഡിയം ഇലക്ട്രോൺ ലോസ് ചെയ്യും അല്ലേ, ക്ലോറിൻ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. അപ്പോൾ ആരാണ് ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നത്, ആരാണ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഓക്സിഡേഷനും റിഡക്ഷനും അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. അതേസമയം ഇലക്ട്രോൺ ലോസ് ചെയ്യുകയോ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയോ ചെയ്യാതെ ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള റിയാക്ഷൻസും ഇല്ലേ. അതായത് കോവാലന്റ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ. കുഞ്ഞോക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 2Na + Cl2 gives 2NaCl അല്ലെ. വേറെ നമ്മൾ ചെയ്തത് Mg + F2 gives Mgl2 അല്ലെ. ഇതാണ് നമ്മൾ ചെയ്ത പ്രധാനപ്പെട്ട രണ്ട് റിയാക്ഷൻ. പിന്നെ ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് Ca + Cl2 gives CaCl2. ഇവിടെ കോമ്പൗണ്ട് ഫോം ചെയ്തത് ഏതാണ്? ഇതെല്ലാം അയോണിക്കാണ് അല്ലെ, ഇതെല്ലാം അയോണിക്കാണ്. അയോണിക് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ എന്തായാലും ഒരാൾ ഇലക്ട്രോൺ ലോസ് ചെയ്യും, മറ്റൊരാൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. അവിടെ നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രയാസമുള്ള കാര്യമല്ല. അതേസമയം ഇനിയാണ് മാഷ് പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കേണ്ടത്. ചില റിയാക്ഷനുകളിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഇതുപോലെ അയോണിക് ആയിരിക്കില്ല, കോവാലന്റ് ആയിരിക്കും. എക്സാമ്പിൾ H2 + Cl2 gives 2HCl. ആ 2HCl എന്താ? അത് കോവാലന്റ് ആണ്. ഓർമ്മയില്ലേ, HCl കോവാലന്റ് ബോണ്ട്. ഇതെന്താണ്? NaCl കോവാലന്റ് ബോണ്ടാണോ? അല്ല, Na + Cl - അയോണിക് ബോണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷനിൽ അതായത് കോവാലന്റ് ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകൾ, കോവാലന്റ് ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ അവരെന്താ പറയാ, കോവാലന്റ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്ന റിയാക്ഷനിലും ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ട്. പക്ഷേ അവിടെ ഒരാൾ ഇലക്ട്രോൺ ലോസ് ചെയ്യുകയോ ഒരാൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്നില്ല. പിന്നെ അവിടുത്തെ ഓക്സിഡേഷനും റിഡക്ഷനും എങ്ങനെ മനസ്സിലാക്കും? ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോൺ ലോസ് ചെയ്യുകയോ ക്ലോറിൻ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയോ തിരിച്ചിട്ടോ സംഭവിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇവിടുത്തെ ഓക്സിഡേഷനും റിഡക്ഷനും എങ്ങനെ മനസ്സിലാകും? മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞോളെ? ഒന്നുകൂടി മാഷ് പറയാണ്, അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന കേസുകളിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രയാസമില്ല. എന്തേ? ഒരാൾ ഇലക്ട്രോൺ ലോസ് ചെയ്യും, മറ്റൊരാൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. പക്ഷേ കോവാലന്റ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്ന റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ട്. പക്ഷെ അവിടെ ഒരാൾ ഒരാൾ ഇലക്ട്രോൺ ലോസ് ചെയ്യുകയോ മറ്റൊരാൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്നില്ല. പിന്നെങ്ങനെ അവിടെ നമുക്ക് ഓക്സിഡേഷനും റിഡക്ഷനും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും? അറിയണ്ടേ? അതിനു വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു ടോപ്പിക്കാണ്, കേൾക്കണേ, പുതിയൊരു ടോപ്പിക്കാണ് ഓക്സിഡേഷൻ നമ്പർ. എന്താണ്? ഓക്സിഡേഷൻ നമ്പർ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്സിഡേഷൻ നമ്പർ. മാഷ് കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് തന്നിട്ടില്ല അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെയും ഈ ക്ലാസ്സിലെയും നോട്ട് ഒരുമിച്ച് മാഷ് തരും. വളരെ സിമ്പിളായിട്ടുള്ള നോട്ടാ തരാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തന്ന പോലെയല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു നോട്ട് തരും, പഠിക്കാൻ ഈസി ആയിട്ടുള്ളൊരു നോട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഓക്സിഡേഷൻ നമ്പർ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ മാഷ് ഒന്നുകൂടി പറയുകയാണെന്നുണ്ട്, കോവാലന്റ് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്ന റിയാക്ഷനുകളിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റ് ആണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ പേര് തന്നെ ഒരു നമ്പർ
ആരാണ് ഈ ഓക്സിഡേഷൻ നമ്പർ? എന്ത് നമ്പർ എന്തിനറിയാവോ? ശരിക്കും നോക്കുക. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. H2 plus Cl2 gives 2HCl. ഓക്കെ, H2 എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞോളെ? H സിംഗിൾ ബോണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മള്. എന്താണ് Cl2 എന്ന് പറഞ്ഞാൽ കുഞ്ഞോളെ? Cl സിംഗിൾ ബോണ്ട്. എന്താണ് HCl? HCl സിംഗിൾ ബോണ്ട് അല്ലേ? H സിംഗിൾ ബോണ്ട് Cl സിംഗിൾ ബോണ്ടുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് HCl സിംഗിൾ ബോണ്ട് ഉണ്ടായി. ഓക്കെ, ഇനി ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന സംഗതി എന്താണ് എന്ന് നമ്മൾ പറയാൻ പോവാണ്. ഈ കോവാലന്റ് ബോണ്ടിനെ, ഫോർ എക്സാമ്പിൾ HCl എന്ന് പറയുന്ന കോവാലന്റ് ബോണ്ടിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. HCl എന്ന് പറയുന്ന കോവാലന്റ് ബോണ്ടിനെ നിങ്ങൾ പൊട്ടിക്കുന്നു. HCl എന്ന് പറയുന്ന കോവാലന്റ് ബോണ്ടിനെ നിങ്ങൾ പൊട്ടിക്കുന്നു. അങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിന് മുമ്പ് ഒന്നുകൂടി നോക്കണം. ഈ ഇലക്ട്രോൺ, ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 2 ഇലക്ട്രോൺ ആണ്. ഇതൊരു ഇലക്ട്രോൺ, ഇതൊരു ഇലക്ട്രോൺ. ഇതാണ് ഇലക്ട്രോൺ, ഇത് ഹൈഡ്രജൻ, ഇത് ക്ലോറിൻ. നിങ്ങൾ ഈ ബോണ്ടിനെ പൊട്ടിക്കുന്നു. പൊട്ടിക്കുന്നത് 2 രീതിയിൽ പൊട്ടിക്കാം. 2 രീതിയിൽ പൊട്ടിക്കാം. 1, 2 അല്ല 3 രീതിയിൽ പൊട്ടിക്കാം. 1, ഇത് ഇങ്ങനെ പൊട്ടിക്കാം. ഈക്വൽ ആയിട്ട് ഈ 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, അത് ഈക്വൽ ആയിട്ട് ഓരോരുത്തർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കാം. ഈ ഇലക്ട്രോൺ ഹൈഡ്രജന് കൊടുക്കാം, ഈ ഇലക്ട്രോൺ ക്ലോറിന് കൊടുക്കാം. രണ്ടാമത്തെ രീതി മാഷ കാണിക്കുന്ന നോക്കണം. HCl ബോണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും. അതായത് ഈ 2 ഇലക്ട്രോൺ ക്ലോറിന് കൊടുക്കുക. മൂന്നാമത്തെ രീതി, നമ്മൾ ഈ ഓക്സിഡേഷൻ നമ്പർ എന്തെന്ന് പറയാൻ പോകണമെന്നുള്ളത്. മൂന്നാമത്തെ രീതി HCl ഈ 2 ഇലക്ട്രോണുകളെ ബോണ്ട് ഇവിടെ നിന്ന് പൊട്ടിക്കും. എവിടെ നിന്ന്? ഇവിടെ നിന്ന് പൊട്ടിക്കും. ഈ 2 ഇലക്ട്രോണും ഹൈഡ്രജന് കൊടുക്കുക. ഇങ്ങനെ 3 രീതിയിൽ പൊട്ടിക്കാൻ എന്താ പറയാ ചോയ്സ് ഉണ്ട്. ഇതിൽ എങ്ങനെ പൊട്ടിക്കുന്ന അറിയാം, നേരെ നോക്കണം. എങ്ങനെ പൊട്ടിക്കുന്ന അറിയാം. ഇങ്ങനെ പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുക? ക്ലോറിന് ഇലക്ട്രോൺ കിട്ടും, ഹൈഡ്രജന് ഇലക്ട്രോൺ കിട്ടും. ക്ലോറിന് ഇലക്ട്രോൺ കിട്ടും, ഹൈഡ്രജന് ഇലക്ട്രോൺ കിട്ടും. ഓക്കെ, ഇങ്ങനെ പൊട്ടിച്ചാലോ, ഈ രീതിയിൽ പൊട്ടിച്ചാലോ, ഇത് ക്ലോറിന്റെ ഇലക്ട്രോൺ ആണ്. ആ ക്ലോറിന് എക്സ്ട്രാ ആയിട്ടൊരു ഇലക്ട്രോൺ കിട്ടും. ഈ ഇലക്ട്രോൺ അത് ഹൈഡ്രജന്റെ ആണ്, അത് ക്ലോറിന് നമ്മൾ കൊടുക്കുകയാണ്, പൊട്ടിച്ചിട്ട് അയാൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്താകും? അപ്പൊ ക്ലോറിന് ഇലക്ട്രോൺ അധികമായിട്ട് കിട്ടൂലേ? അധികമായിട്ടൊരു ഇലക്ട്രോൺ കിട്ടിയാൽ ക്ലോറിന് ചാർജ് വരും, മൈനസ് എന്നുള്ളൊരു ചാർജ് വരും, -1. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യും അല്ലെ? ഹൈഡ്രജൻ ഇലക്ട്രോൺ ലോസ് ചെയ്യും. അപ്പൊ ഹൈഡ്രജൻ ഒരു ചാർജ് കിട്ടും, +1. ഇങ്ങനെ പൊട്ടിച്ചാൽ, അപ്പൊ ഈ രീതിയിൽ പൊട്ടിച്ചാൽ ക്ലോറിന് ഒരു ചാർജ് വരും, ഹൈഡ്രജൻ ഒരു ചാർജ് വരും. ഈ രീതിയിൽ പൊട്ടിച്ചാലോ ചാർജ് കിട്ടൂല. ഇനി ഈ രീതിയിൽ പൊട്ടിച്ചാലോ ഈ 2 ഇലക്ട്രോണും ഹൈഡ്രജന് കിട്ടുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ 2 ഇലക്ട്രോണും ഹൈഡ്രജന് കിട്ടും. അതിൽ ഒന്ന് ഹൈഡ്രജന്റെ തന്നെയാണ്, ഒന്ന് അധികമായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ഹൈഡ്രജന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. ക്ലോറിന് അതിന്റെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു പ്ലസ് ചാർജ് കിട്ടും. ഈ 3 രീതിയിൽ നമുക്ക് എന്താ പറയാ പൊട്ടിക്കാനുള്ള സാധ്യത ചോയ്സ് ഉണ്ട്. ഇങ്ങനെ കോവാലന്റ് ബോണ്ടിനെ നിങ്ങൾ പൊട്ടിക്കുമ്പോൾ ഏത് രീതിയിൽ പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ 3 രീതിയിൽ പൊട്ടിക്കാനുള്ള ചോയ്സ് ഉണ്ട് എന്നാ പറഞ്ഞു. ഇങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടോ അരേ കോവാലന്റ് ബോണ്ടിനെ, അങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിലെ ആ ബോണ്ടുകൾ, ആ കോവാലന്റ് ബോണ്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഏതൊക്കെ ആറ്റങ്ങളെയാണോ ആ ആറ്റങ്ങൾക്ക് ഒരു ചാർജ് കിട്ടുന്നത് കണ്ടോ? ആ കോവാലന്റ് ബോണ്ടിലെ ആറ്റങ്ങൾക്ക് ഒരു ചാർജ് കിട്ടുന്നത് കണ്ടോ? ആ ചാർജിന്റെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. മനസ്സിലായോ? എന്താണ് ഓക്സിഡേഷൻ നമ്പർ? ഒരു കോവാലന്റ് കോമ്പൗണ്ടിനെ കേൾക്കണേ, ഒരു കോവാലന്റ് ബോണ്ടിനെ അയോണിക് ആണ് എന്ന് കരുതിയിട്ട്, കോവാലന്റ് കോമ്പൗണ്ട് അയോണിക് ആണ് എന്ന് കരുതിയിട്ട് അതിനെ പൊട്ടിക്കുമ്പോൾ, ആ കോവാലന്റ് ബോണ്ടിനെ പൊട്ടിക്കുമ്പോൾ ആ കോവാലന്റ് ബോണ്ടിലെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആറ്റങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന ചാർജിന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. ശരിക്കും പറഞ്ഞാൽ നമ്മളതിനെ പൊട്ടിക്കുന്നില്ല. അങ്ങനെ പൊട്ടിച്ചാൽ കിട്ടാവുന്ന
ചാർജിന്റെ പേരാണ്. ഓക്കെ അല്ലേ? അപ്പൊ ശരിക്കും റിയൽ ചാർജ് അല്ല. ഏതുപോലെ NaCl സോഡിയത്തിന് ക്ലോറിന് ചാർജ് ഉണ്ട്, പ്ലസ് മൈനസ്. ഇത് റിയൽ ചാർജ് ആണ്, അത് ശരിക്കും ചാർജ് ഉണ്ട്. HCl H പ്ലസ് Cl മൈനസിനോ H മൈനസ് Cl പ്ലസിനോ ചാർജ് ഇല്ല. അത് നമ്മളൊന്ന് അസ്യൂം ചെയ്യാം. നമ്മളൊരു ചാർജ് നമ്മൾ ഒരു എന്താ പറയാ അസ്യൂം ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു ഫേക്ക് ചാർജാണ്. അതിന് നമ്മൾ വേറൊരു പേര് കൂടി പറയും, ഫോർമൽ ചാർജ്. ഫോർമൽ ചാർജ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ചാർജ്. എങ്ങനെ? ബൈ അസ്യൂമിങ് ദാറ്റ് കോവാലന്റ് ബോണ്ട് ഈസ് അയോണിക്. ആ കോവാലന്റ് കോമ്പൗണ്ട് അയോണിക് ആണ് എന്ന് കരുതിയിട്ട് ആ ബോണ്ട് പൊട്ടിക്കുകയാണെങ്കിൽ അതിലെ ആറ്റങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന ചാർജിന്റെ പേരാണ് ഓക്സിഡേഷൻ നമ്പർ. മനസ്സിലായോ? ഇനിയപ്പോ അവിടെ നമുക്ക് എന്താ അറിയണത്, എങ്ങനെ പൊട്ടിക്കും. ഇപ്പൊ ഇതിന്റെ കേസ് 3 രീതിയിൽ പൊട്ടിക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനോ ക്ലോറിനോ ചാർജ് കിട്ടൂല. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ 0, ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ 0. ഇങ്ങനെ പൊട്ടിച്ചാലോ ഹൈഡ്രജന് +1 ക്ലോറിന് -1 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1, ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1. ഇങ്ങനെ പൊട്ടിക്കുകയാണെങ്കിലോ ഹൈഡ്രജന് -1 എന്നുള്ള ചാർജ്, ക്ലോറിന് +1 എന്നുള്ള ചാർജ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ -1, ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1. അപ്പൊ ഇതിൽ ഏത് രീതിയിൽ പൊട്ടിക്കും അതറിയണ്ടേ? ഇതിൽ ഏത് രീതിയിൽ പൊട്ടിക്കും? അതിന് നിങ്ങൾ 4 കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം. എത്ര? 4 കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം. കേൾക്കാലോ? ഒന്ന് ഈ 3 രീതിയിൽ പൊട്ടിക്കുന്ന കാണിച്ചിട്ടുണ്ട്. അതിൽ ഏത് രീതിയിൽ പൊട്ടിക്കണം എന്നറിഞ്ഞാലല്ലേ ശരിക്കുള്ള ഓക്സിഡേഷൻ നമ്പർ കിട്ടത്തുള്ളൂ. എടാ കോവാലന്റ് ബോണ്ട് പൊട്ടിക്കുകയാണെങ്കിലേ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അതപ്പോൾ ഏത് രീതിയിൽ പൊട്ടിക്കുമെന്ന് അറിയണ്ടേ? 3 രീതിയിൽ ഏത് രീതിയിൽ പൊട്ടിക്കും അതറിയണമെങ്കിൽ 4 പോയിന്റുകൾ കുഞ്ഞോളം മനസ്സിൽ വെക്കണം. 1, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് ഒരേപോലുള്ള ആറ്റങ്ങൾക്കിടയിലാണ് എന്ന് വിചാരിക്കുക. എങ്ങനെ? കോവാലന്റ് കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുള്ളത് ഒരേപോലുള്ള ആറ്റങ്ങൾക്കിടയിലാണ്. ഫോർ എക്സാമ്പിൾ H2, Cl2, Br2, I2. ഇവിടെ എങ്ങനെയാണത്? ഹൈഡ്രജൻ 2 ആറ്റം, ഒരേപോലുള്ള 2 ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തത്. ഇവിടെ ഒരേപോലുള്ള 2 ക്ലോറിൻ ആറ്റങ്ങൾ, ഒരേപോലുള്ള 2 ബ്രോമിൻ ആറ്റങ്ങൾ, ഒരേപോലുള്ള 2 അയഡിൻ ആറ്റങ്ങൾ. ഇനി O2 എങ്ങനെയാ? ഒരേപോലുള്ള 2 ഓക്സിജൻ ആറ്റങ്ങൾ. ഓക്കെ, N2 എങ്ങനെയാ? ഒരേപോലുള്ള 2 നൈട്രജൻ ആറ്റങ്ങൾ. ഓക്കെ, ഇവിടെ എങ്ങനെ ബോണ്ട് പൊട്ടിക്കണം എന്ന് അറിയാവോ? ഒരേപോലുള്ള ആറ്റങ്ങൾക്കിടയിലാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ബോണ്ടിന് ഈക്വൽ ആയിട്ട് പൊട്ടിക്കണം. എങ്ങനെ? ആ ബോണ്ടിന് ഈക്വൽ ആയിട്ട് പൊട്ടിക്കണം. ഈക്വൽ ആയിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതാത് ആറ്റത്തിന് അതിന്റെ ഇലക്ട്രോൺ മാത്രം കിട്ടും. ഈ ആറ്റത്തിന് ഇതിന്റെ ഇലക്ട്രോൺ മാത്രം കിട്ടും, ഇതിന്റെ ഇലക്ട്രോൺ മാത്രം കിട്ടും. അധികമായിട്ട് ഒരാൾക്കും ഇലക്ട്രോൺ കിട്ടുകയോ ഒരാൾക്ക് ലോസ് ചെയ്യുകയോ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾക്കും അധികമായിട്ട് ചാർജ് വരില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0. മനസ്സിലായോ? അപ്പൊ ഐഡന്റിക്കൽ ആയിട്ടുള്ള ആറ്റങ്ങൾക്കിടയിലാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ കോവാലന്റ് ബോണ്ടിന് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് അധികമായിട്ട് ഇലക്ട്രോൺ കിട്ടുകയില്ല, ഒരാൾക്ക് ലോസ് ചെയ്യുകയുമില്ല. അപ്പോൾ അവിടെ ഓരോരോ ആറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0. ക്ലിയർ. രണ്ടാമത് അതേസമയം കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തത് 2 ഡിസിമിലർ ആറ്റങ്ങൾക്കിടയിലാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ HCl കണ്ടത്? HCl, HBr, CCl4, H2O. കണ്ട? 2 ഡിസിമിലർ ആറ്റങ്ങൾക്കിടയിലെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിസിമിലർ ആറ്റങ്ങൾക്കിടയിലാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തതെങ്കിൽ ബോണ്ട് എങ്ങനെ പൊട്ടിക്കണമെന്ന് അറിയാമോ? നേരെ ശ്രദ്ധിക്കണം. ഒരേപോലെ പൊട്ടിച്ചുകൂടാ, പകരം ഇതിൽ രണ്ടിലും ഒരാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആളാണ്. ഓർമ്മ വേണം, കഴിഞ്ഞ പാഠത്തിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആളായിരിക്കും. പോളിംഗ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അസൈൻ ചെയ്തത് ഓർമ്മയില്ലേ? ഈ 2 ഏതെങ്കിലും ഒരാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി
ആണുള്ളത്, അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ക്ലോറിൻ ആണ്. അപ്പോൾ ബോണ്ട് എവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് ഇലക്ട്രോണും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആൾക്ക് കിട്ടണം. ഇവിടെയോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയത് ബ്രോമിൻ ആണ്. അപ്പൊ ഈ രണ്ട് ഇലക്ട്രോണും ബ്രോമിന് കിട്ടണം. ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണും ക്ലോറിനും നോക്കുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ക്ലോറിൻ ആണ്. അപ്പൊ ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് ഇലക്ട്രോണും ക്ലോറിന് കിട്ടണം. ഇവിടെയോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഓക്സിജൻ ആണ്. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇലക്ട്രോണുകളും ഓക്സിജന് കിട്ടണം. മനസ്സിലായ? അപ്പോ നോക്കോ, ഈ രണ്ടെണ്ണത്തിന് നോക്കോ. അങ്ങനെ നോക്കുമ്പോൾ ഈ ക്ലോറിന് ഒരു ഇലക്ട്രോൺ അധികമായിട്ട് കിട്ടൂലേ? ഒരു ഇലക്ട്രോൺ അധികമായിട്ട് വരുമ്പോൾ ആ ക്ലോറിന് -1 ചാർജ് കിട്ടും. ഹൈഡ്രജൻ ഇലക്ട്രോൺ ലോസ് ചെയ്തത് കൊണ്ട് +1 ചാർജ് കിട്ടും. ആക്ച്വലി അങ്ങനെ ലോസ് ചെയ്യുന്നൊന്നും ഇല്ല, നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ കിട്ടിയേക്കാവുന്ന ചാർജ്, ആ ചാർജിന്റെ പേരാണ് ഓക്സിഡേഷൻ നമ്പർ. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ in this compound is -1, here +1. നേരെ നോക്കി, അതേ ഹൈഡ്രജൻ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇതേ ഓക്സിഡേഷൻ ഹൈഡ്രജൻ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇവിടെ +1 ആണ്. ഇവിടെ നോക്ക്, ക്ലോറിൻ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇവിടെ അതിവിടെ -1 ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ഇവിടെ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞോ +1, ഇവിടെ ബ്രോമിന്റേതോ -1. ഓക്കെ, അപ്പൊ സിമിലർ ആറ്റങ്ങൾക്കിടയിലാണെങ്കിൽ കേൾക്കണേ, സിമിലർ ആറ്റങ്ങൾക്കിടയിലാണ് എങ്കിൽ മനസ്സിലാക്കണം, സിമിലർ ആറ്റങ്ങൾക്കിടയിലാണ് കോവാലന്റ് ബോണ്ട് ഉള്ളത് എങ്കിൽ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുക, ഒരാൾക്കും ചാർജ് കിട്ടില്ല. ഡിസിമിലർ ആറ്റങ്ങൾക്കിടയിലാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തതെങ്കിൽ അൺഈക്വൽ ആയിട്ട് കട്ട് ചെയ്യണം. ആർക്കാണ് കൂടുതൽ ഇലക്ട്രോൺ കിട്ടുക? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആൾക്ക്. അപ്പോൾ കിട്ടുന്ന ചാർജ് അതാത് ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും. ഓക്കെ, എല്ലാം മാഷ് നോട്ടിൽ സിമ്പിൾ ആയിട്ട് തരും കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, ഒരു എലമെന്റ് ഫ്രീ സ്റ്റേറ്റിലുണ്ടെന്ന് വിചാരിക്കാം. ഒരു എലമെന്റ് ഒരു ആറ്റം ഫ്രീ ആയിട്ട് ബാക്കി ഒരാളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടൊന്നുമില്ല, ഒറ്റക്ക് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഒറ്റക്ക് ഒരു ആറ്റം ഇരിക്കുന്നു, കമ്പൈൻ ചെയ്തിട്ടൊന്നുമില്ല, ഒറ്റക്ക് ഒരു ആറ്റം. ഫോർ എക്സാമ്പിൾ സോഡിയം ഒറ്റക്ക് അവിടെ ഇരിക്കുന്നു, കമ്പൈൻ ചെയ്തിട്ടല്ല, ഒറ്റക്ക് എങ്കിൽ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ചിന്തിക്കാനില്ല, 0. ഓക്കെ, കാർബൺ ഒറ്റക്ക് 0. നോക്കി ഇവിടെ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ CCl4 കണ്ട, CCl4 ഇവിടെ എങ്ങനെ, ഇവിടെ കാർബൺ ഒറ്റക്കാണോ ഉള്ളത്? അല്ല, അത് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ അത് 0 അല്ല. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ബോണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം. എന്താ അങ്ങനെ ബ്രേക്ക് ചെയ്തത്? ക്ലോറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ എന്താ, ഈ രണ്ട് ഇലക്ട്രോൺ ഇയാൾക്ക് കിട്ടും, ഈ രണ്ട് ഇലക്ട്രോൺ ഇയാൾക്ക് കിട്ടും, ഈ രണ്ട് ഇലക്ട്രോൺ ഇയാൾക്ക് കിട്ടും, ഈ രണ്ട് ഇലക്ട്രോൺ ഇയാൾക്ക് കിട്ടും. ക്ലോറിൻ എത്ര ഇലക്ട്രോൺ പോയി? ഇവിടെ നിന്ന് പോയി, ഇവിടെ നിന്നൊന്ന് പോയി, ഇവിടെ നിന്നൊന്ന് പോയി, ഇവിടെ നിന്നൊന്ന് പോയി, ഇങ്ങനെ ടോട്ടൽ 4 എണ്ണം പോയി. 4 എണ്ണം പോയാൽ 4 പോസിറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ കാർബൺ, ഇവിടെ കാർബൺ ഓക്സിഡേഷൻ നമ്പർ +9. അതേ കാർബൺ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. മനസ്സിലായോ? ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ്, HCl എന്നുള്ള കോമ്പൗണ്ട് എടുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു HCl, Hന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? +1. ക്ലോറിന്റെ എത്രയാ? -1. ഇനി രണ്ടും കൂട്ടി നോക്കിയേ, +1 -1 0. ഇനി HBr, ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? +1. ബ്രോമിന്റേത് -1. കൂട്ടി നോക്ക്, +1 -1 0. ഇനി CCl4 എടുക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞു കാർബൺ ഓക്സിഡേഷൻ നമ്പർ +4. കാർബൺ ഓക്സിഡേഷൻ നമ്പർ +4. ഒരു ക്ലോറിന്റെ എത്രയാ? ഒരു ക്ലോറിൻ ഒരു ഇലക്ട്രോൺ അധികമായിട്ട് കിട്ടുന്നത്, ഒരു ക്ലോറിന്റെ -1. അങ്ങനെയുള്ള 4 എണ്ണം ഉണ്ടല്ലോ, 4 എണ്ണം ചേർത്ത് എത്രയായി? -4 ആണോ? അപ്പൊ ഈ +4 ഈ -4 കൂട്ടിയ 0 എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലെ ഓരോ ആറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പറുകൾ ആഡ് ചെയ്താൽ സമ്മ് 0 ആയിരിക്കും. ഓക്കെ, എന്നാണ് സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഇസ് 0. കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടണം. ഇങ്ങനെ 4 പോയിന്റുകളാണ് കുഞ്ഞുമക്കളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറ, എന്താണ്? ഒന്ന്
സിമിലർ ആറ്റങ്ങൾക്കിടയിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്താൽ ബോണ്ട് ഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ആർക്കും ചാർജ് കിട്ടൂല, ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഡിസിമിലർ ആറ്റങ്ങൾക്കിടയിലാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തതെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആളുടെ കൂടെ ഇലക്ട്രോൺ കൗണ്ട് ചെയ്യണം. അപ്പോൾ അയാൾക്ക് നെഗറ്റീവും മറ്റാൾക്ക് പോസിറ്റീവ് ചാർജും കിട്ടും. ഫ്രീ സ്റ്റേറ്റിലാണ് ഒറ്റക്കാണ് ഒരു ആറ്റം ഇരിക്കുന്നതെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആയിട്ട് കൺസിഡർ ചെയ്യണം. ഒരു മോളിക്യൂളിലെ എല്ലാ ആറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പറുകളുടെ സമ്മ് 0 ആയിരിക്കും. അപ്പൊ എന്താണ് ഈ ഓക്സിഡേഷൻ നമ്പർ എന്ന് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഓക്സിഡേഷൻ നമ്പറിന്റെ ആവശ്യകത പറ. എന്താണ്? കോവാലന്റ് കോമ്പൗണ്ടുകളിലാണ് റിയാക്ഷൻ നടക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ റിയാക്ഷൻ നടന്നിട്ട് കോവാലന്റ് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടുത്തെ ഓക്സിഡേഷനും അവിടുത്തെ റിഡക്ഷനും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്സിഡേഷൻ നമ്പർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓക്സിഡേഷൻ നമ്പർ എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇവിടെ ഏതാണ് ഓക്സിഡേഷൻ, ഇവിടെ എന്താണ് റിഡക്ഷൻ എന്ന് നമുക്ക് പറയാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കേ.